നിയമസഭാ തെരഞ്ഞെടുപ്പില് NDA ക്യാമ്പിന് ആവേശം പകരാൻ മോദി എത്തിയതുപോലെ ഇതാ UDF ക്യാമ്പിന് വേണ്ടി രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് തിങ്കളാഴ്ച പ്രചാരണം. ചൊവ്വാഴ്ച മലബാർ മേഖലയിലും രാഹുൽ പ്രചാരണത്തിനെത്തും. സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് ഈ മാസം 25-ന് നിശ്ചയിച്ചിരുന്ന രാഹുലിന്റെ കേരള സന്ദർശനം റദ്ദാക്കിയിരുന്നു. രാഹുലിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിന് എത്തുന്നുണ്ട്. TV പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, UDF ക്യാമ്പിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി ആദ്യം എത്തും, പിന്നാലെ പ്രിയങ്ക ഗാന്ധി എത്തും. അങ്ങനെ UDF ക്യാമ്പിന്റെ പ്രചാരണം ടോപ്പ് ഗിയറിലേക്ക് കടക്കുന്നു. അങ്ങനെ തന്നെയാണ് ആര്യ പറഞ്ഞതുപോലെ. രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ എത്തുന്നതോടുകൂടി UDF പ്രവർത്തകർക്ക് അത് വലിയ ആത്മവിശ്വാസം പകരും എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നെങ്കിലും സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിലേക്കുള്ള ഈ വരവ് വലിയ ആവേശത്തോടെ പ്രവർത്തകർ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അവിടെ പത്തനംതിട്ടയിൽ അടൂരിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ ഒരു റോഡ് ഷോയും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിലെ പരിപാടി അത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നരേന്ദ്രമോദി എത്തിയതോടുകൂടി NDA ക്യാമ്പ് ആകെ ഉത്സാഹത്തിലാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിനെ നയിച്ച ദിവസങ്ങളായി മണ്ഡലങ്ങളിലെല്ലാം ഉണ്ട്. മൂന്ന് മുന്നണികളും വലിയ കരുത്തിലേക്ക് നീങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പിന്നാലെ പ്രിയങ്ക ഗാന്ധിയുടെയും വരവ് അത് കോൺഗ്രസ് ക്യാമ്പിന്, UDF ക്യാമ്പിന് ആവേശം പകരുന്നതാകും. ആര്യ, തീർച്ചയായും രാഹുൽ ഗാന്ധി കൂടി UDF ക്യാമ്പിന് ആവേശം പകരാൻ നാളെ എത്തുകയാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.